ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പഴമയുടെ പുതുമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ ചാനലാണ്. ഈ ചാനലിലെ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ചാനൽ ഞാൻ തുടങ്ങിയതിൻ്റെ മെയിൻ കാരണം, ഞാനൊരു ചാനൽ തുടങ്ങി, പക്ഷേ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഒരു ഇതായിരുന്നു, കിട്ടുന്നില്ല. സോ ഞാൻ അത് കുറേ നാളായിട്ട് വിട്ടു, അത് കിട്ടിയില്ല. അവസാനം ഞാനിപ്പോൾ വേറെ ചാനൽ തുടങ്ങുകയാണ്. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പണ്ടുള്ള ഓരോ വ്യക്തികൾ ചെയ്തിരുന്ന വസ്തുക്കളും, അതേപോലെ തന്നെ പണ്ടുള്ളവർക്ക് ഉപകാരപ്രദമായിരുന്ന സാധനങ്ങളും, അത് പണ്ടത്തെ ഓരോ കാര്യങ്ങളും, അങ്ങനെയുള്ള ഓരോ ടെക്നിക്സാണ്. അത് പഴമയിലെ ടെക്നിക്സ് പുതുമയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇതാണ് നമ്മളിന്ന് ഈ ചാനലിലൂടെ നിങ്ങളെല്ലാം കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഈ പുതിയ യുഗത്തിൽ ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ആരും ഇത്രയൊന്നും ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. എല്ലാവരും ഇഷ്ടം പോലെ കാശുള്ള കാരണം കടയിലോട്ട് ചെല്ലുക, അവർക്ക് ഇഷ്ടമുള്ള ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക. പണ്ടാണെങ്കിൽ, പണ്ടത്തെ കാലം പറഞ്ഞു വന്നാൽ നമ്മുടെ അമ്മമാരും ഒക്കെ തിരികകൾ, ഉറിയലൊക്കെ ആണെങ്കിൽ എന്ത് രസമാണെന്നറിയോ. നമ്മുടെയൊക്കെ അടുക്കളയ്ക്കകത്ത് ഈ 3 ഉറി കാണും. അതും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അതേലാണെങ്കിൽ മീൻകറിയെ, വൈകിട്ടത്തെ സാമ്പാർ, ചോറും കലമൊക്കെ ഊണ് കഴിയുമ്പോൾ, അത്താഴം കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ പൂച്ച എടുക്കാതിരിക്കാനായിട്ട് അതേ സൂക്ഷിച്ച് വെക്കും. നേരം വെളുക്കും. ചില സമയത്ത് പൂച്ച അത് ചാടിയാൽ ആ ഉറി കിടന്ന കലത്തോടു കൂടി ആടുന്നത് കാണാൻ എന്തൊരു മനോഹരമാണെന്ന് അറിയാമോ. ഇത് രാവിലെ നമുക്ക് പൂച്ചയും പട്ടിയൊന്നും തൊടാത്ത നല്ല വൃത്തിയായിട്ടുള്ള പഴുങ്ങിഞ്ഞ് കുടിക്കാനൊക്കെ എന്തൊരു രസമാണ്. ഇന്നങ്ങനെയൊന്നും അല്ല. ഇന്നൊക്കെ ആരും പഴുങ്ങിഞ്ഞ് കുടിക്കുകയില്ല. അവർക്കൊക്കെ എല്ലാം ഓൺലൈൻ വഴിയുള്ള ഭക്ഷണങ്ങളിലാണ് പ്രിയവും കമ്പവും കൂടിയിരിക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറയാം. ഈ മീൻചട്ടിയൊക്കെ, പണ്ടത്തെ കാലത്ത് മീൻചട്ടി, ചോറും കലം, മംഗലത്തിലാണ് പണ്ടൊക്കെ ചോറ് വെച്ചുകൊണ്ടിരുന്നത്. ഇന്നാണ് എല്ലാവരും സ്റ്റീലിലും അലൂമിനിയത്തിലും അരി തിളപ്പിച്ച് കഴിയുമ്പോൾ ഉടൻ തന്നെ റൈസ് കുക്കറിലോട്ട് മാറ്റി വെക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. അന്ന് നമ്മുടെ മംഗലത്തിൽ നമ്മൾ അരിയൊക്കെ നന്നായി കഴുകി ഇടഞ്ഞെടുത്ത് അത് അടുപ്പയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകൊണ്ടൊന്ന് ഇളക്കി വാർക്കാൻ സമയമാകുമ്പോൾ നമ്മൾ തവിക്കണമുണ്ടെന്ന് ചുറ്റി അത് വാർത്തെടുത്ത് തോർത്തിയിട്ട് ആ തിരികെ പുറത്തോട്ട് കൊണ്ട് വെക്കുന്നത് കാണാനൊക്കെ എന്തൊരു രസമാണെന്നറിയോ. അത് കഴിഞ്ഞ് അതുപോലെ കറികൾ, നമ്മൾ മീൻകറി വെച്ച് കഴിയുമ്പോൾ ആ മീൻചട്ടി വെക്കാനായിട്ട് പ്രത്യേകം തിരികകൾ. ഇന്നാരും തിരികെയൊന്നും ഉണ്ടാക്കാറില്ല. അവർ സ്റ്റീലിൻ്റെ വട്ടത്തിലുള്ള ഒരു റിങ് വാങ്ങിക്കും. അത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ചട്ടിയും കലങ്ങളും വെക്കുന്നത്. ഇപ്പോൾ ആർക്കും അതിനൊന്നും മെനക്കെടാനും വയ്യ, ഒട്ടും അറിയാനും വയ്യ. അന്നൊക്കെ ഇന്നിപ്പോൾ അമ്മമാരത് ഒന്ന് ഉണ്ടാക്കിയത്, അത് അമ്മമാരുണ്ടാക്കി കൊടുത്താൽ തന്നെ അവർക്ക് ആശയവും അതൊക്കെ അങ്ങനെ ചട്ടിയുടെ ചുവട്ടി വെക്കാനും മനുഷ്യനെ കാണിക്കാനും ഒക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും പഴയ തലമുറകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു തിരികെ ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. സന്തോഷമായിട്ട്. ഹലോ കൂട്ടുകാരെ, നമുക്ക് തിരിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണുക. എൻ്റെ അമ്മയാണെങ്കിൽ ഇതുപോലെ തിരികെയും ചൂലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളെ ചെറുപ്രായത്തിൽ വിളിച്ചടുത്തിരിക്കും. ഇരുത്തിയേച്ച് പറയും, ഞാനങ്ങ് ചത്തുപോയാലും നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കണം. അന്നത്തെ കാലത്ത് വേറെ വലിയ പുതുമൂടിയൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ഒരു രസം വേറെയാണ്. അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ അടുത്തിരിക്കും. എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരികെയും ചൂലും ഉറിയൊക്കെ ഉണ്ടാക്കും. പിള്ളേർക്കൊക്കെ അതൊരു വലിയൊരിതാണ്. അവർ യൂട്യൂബിലൊക്കെ എടുത്തിടും. അങ്ങനെ അവരെടുത്തിടും. അത് കാണാനൊക്കെ എന്തൊരു രസം. ഈയിടെയാണെങ്കിൽ ഞാൻ ഒരു തിരികെ ഉണ്ടാക്കിയപ്പം നമ്മുടെ പരിമലയുള്ള ഒരു സുമോദ് പരിമല എന്ന് പറഞ്ഞാൽ വലിയ ഒരു അറിയപ്പെടുന്ന ഒരാളാണ്. കാതികനും വലിയ കഥയെഴുത്തുകാരനെ സിനിമയിലൊക്കെ ഉള്ള ഒരാൾ. എൻ്റെ മോളും അങ്ങനെയൊക്കെ ഉള്ള കാരണം ഇവിടെ വന്ന് പുള്ളി ഒരു ചെറിയൊരു ഫങ്ഷനായിട്ട് ഇവിടെ വന്നു.
ഇവിടെ വന്നപ്പോൾ ഈ തിരി എൻ്റെ തിരി കണ്ടിട്ട് അയ്യോ അമ്മ എന്താ അമ്മ വളരെ രസമുണ്ടല്ലോ ഈ തിരിക. അയ്യോ ഇപ്പോഴിങ്ങനൊന്നും കാണാനൊന്നും ഇല്ലല്ലോ. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ അമ്മൂമ്മമാരിങ്ങനെ തിരികെ ഉണ്ടാക്കി കറിച്ചട്ടിയൊക്കെ വെക്കുന്നത് കാണാൻ എന്തൊരു രസമാണ്. കറിയൊന്നും മറിഞ്ഞു പോകത്തില്ല. ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് മറിഞ്ഞു പോകും, തിരിഞ്ഞു പോകും. ചിലപ്പോൾ കഴിക്കാൻ പോലും നമ്മൾ വലിയ ഇഷ്ടപ്രകാരത്തിൽ വെക്കുന്ന കറികൾ നമുക്ക് കഴിക്കാൻ പോലും കിട്ടത്തില്ല. അങ്ങനെ മറിഞ്ഞു പോയാൽ. അന്നത്തെ കാലത്തൊന്നും പേടിക്കുകയും വേണ്ട, പിന്നെ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കാലങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് ഈ ഉറി തിരിയേം കണ്ടിട്ട് ആ ഉറിയുടെയും തിരിയുടെയും പടം എടുത്തുകൊണ്ട് പോയി. പടം എടുത്തുകൊണ്ട് എനിക്ക് കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയും എൻ്റെ വൈഫിനെയും കുട്ടികളെയും കാണിക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി. ഒരാൾ ഞാൻ ചുമ്മാ ഒരു രസത്തിന് കാണിച്ചെങ്കിൽ ആ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കും ഉണ്ടായി. ഇങ്ങനെയാണ് തിരിയ ഉണ്ടാക്കുന്നത്. അതുപോലെ ചൂല് തിരിയകളെ ഒക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കും. എനിക്ക് വലിയ ഇഷ്ടമായി പഴയ കാര്യങ്ങളൊക്കെ. നിങ്ങളും ചെറിയ ശ്രമിച്ച് നോക്കാൽ ഒരു നല്ല രസമാണ്. മറ്റ് ചിലവൊന്നുമില്ല. നമ്മുടെ അയ്യത്തൊക്കെ ഓല കാണുമല്ലോ, ഓല എടുത്ത് ചൂലുണ്ടാക്കുക. ഇപ്പോൾ എല്ലാവരും കടകളിൽ ചെന്ന് ചൂല് വാങ്ങിക്കുകയാണ്. മിറ്റം തൂക്കുന്ന ഒരു ചൂല് പോലും വാങ്ങിക്കുക, പുൽച്ചൂലെന്നും പറഞ്ഞിട്ട്. മറ്റ് നമ്മൾ അതൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് നമ്മുടെ പണവും പോകത്തില്ല. നമുക്ക് അയ്യത്തൊക്കെ ഉണ്ട്, പഠിച്ചിരിക്കുകയും ചെയ്യാം. മനസ്സിനൊരു സന്തോഷമുണ്ട്. ഹലോ കൂട്ടുകാരെ, ഞാനിങ്ങനെ കാണിക്കുന്നൊക്കെ നിങ്ങളെന്നെ കളിയാക്കരുത്. എന്നെക്കാളിൽ ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ചേച്ചിമാരും അമ്മമാരൊക്കെ ധാരാളം കാണും, അമ്മൂമ്മമാരൊക്കെ ധാരാളം കാണും. എങ്കിലും അറിയാത്തവർക്കൊന്നും അറിഞ്ഞിരിക്കുക. ഇപ്പോഴത്തെ ചെറു തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പണ്ടുണ്ടായിരുന്നെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടി അവർക്കൊന്ന് കണ്ട് രസത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ തെറ്റ് വല്ലതും ഉണ്ട് ക്ഷമിക്കണം. ഹലോ കൂട്ടുകാരെ, ഇപ്പം ഞാൻ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഈ തിരിയ നിർമ്മാണത്തിൻ്റെ ഏകദേശം ഒരു പകുതി ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ കാണിക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മളിപ്പോൾ തിരികെ പിരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ തിരിയ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മളിനിയൊന്ന് മെയിൻ്റനൻസ് ചെയ്ത് സുന്ദരനാക്കാൻ പോകും. അതിനെ നിങ്ങൾ കണ്ടോണം. അതിൻ്റെ ഈ പറങ്ങലൊക്കെ ഒന്ന് കണ്ടിച്ച് വൃത്തിയാക്കുക. കണ്ടോ? നല്ല സുന്ദരം തിരിയ. ഭംഗി വരുത്തുക. കണ്ടല്ലോ, ഇതേ കണ്ടോ? ഇതിലോട്ട് മീൻ ചട്ടി അങ്ങോട്ട് എടുത്ത് വെക്കാം. ചോറും കലവും വെച്ചാൽ അങ്ങോട്ടും മറിഞ്ഞ് ഇങ്ങോട്ടും മറിഞ്ഞ് പോകാതെ നല്ല സേഫ്റ്റി ഉണ്ട്. അങ്ങനെ തിരിയ. ഇനി നിങ്ങളെ വേറെ ഒരു ഉറി ഉണ്ടാക്കി കാണിക്കാം. ഞാനൊരു ഉറി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണിക്കാം. അങ്ങനെ നമുക്ക് അതിനാണ് എൻ്റെ കൊച്ചുമകൻ പറയുന്നത് പഴമയിൽ നിന്ന് പുതുമയിലേക്കെന്ന്. ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഇതാണ് ഇഷ്ടപ്പെടുന്നത്. കറിച്ചട്ടിക്കകത്ത് വഴുങ്ങി കുടിക്കാനും ചട്ടി. എൻ്റെ കൊച്ചുമോളാണെങ്കിൽ പിന്നെ മൺചട്ടികൾ ഇഷ്ടം പോലെ വാങ്ങിച്ചുകൊണ്ട് വരും. കൽച്ചട്ടി മൺചട്ടിയൊക്കെ ഉണ്ട്. ഞങ്ങളൊരു പഴയ രീതിക്കാരാണ് ഓരോ കാര്യത്തിലും. അങ്ങനെ മൺചട്ടി കൊണ്ടുവന്ന് അതിന് അടപ്പേട്ടിയൊക്കെ വെച്ച് മീൻ കറിക്ക് അടച്ച് അവളങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ചട്ടി, കറി വെക്കാനുള്ള മൺകലങ്ങൾ, മോര് കാച്ചാനും സാമ്പാർ. കുക്കറി നമ്മൾ ഗ്യാസേ വെക്കുമല്ലോ, അതിലൊക്കെ ടേസ്റ്റാണ്. നമ്മൾ ഈ അടുപ്പയിൽ തോമരയെ ഉള്ളിയൊക്കെ ഇട്ട് പണ്ട് നമ്മൾ വെക്കുന്നവരൊക്കെ വെക്കുന്നത്. അത് പറഞ്ഞ പോലെ ഈ തിരിയ. ഇനി ഒരു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു തിരിയുടെ ഉണ്ട്, അത് വേണേൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഹലോ കൂട്ടുകാരെ, ഇത് ഞാൻ നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊരു തിരികെയാണ്. ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ ആൾ, പിന്നെ ഈ പരിമല മാന്നാർ സുമോദ് പരിമല എന്ന് പറഞ്ഞ ആൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഇതിപ്പോൾ ഇങ്ങനെ എന്താണ് രണ്ടും വ്യത്യസ്തമായ കളറെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇത് പഴയതായി ഉണങ്ങിയതാണ്. ഉണങ്ങിയ കാരണം ഇത് ഈ കളർ വന്നു. ഇത് കുറച്ചുകൂടെ പുതുമയാർന്നതായിട്ട് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പിന്നെ ഉണ്ടാക്കി കാണിക്കാനായിട്ട് വേണ്ടി ചെയ്തതാണ് ഈ തിരിക. പിന്നെ ഇത് പല മോഡലിൽ നമുക്ക് ഉണ്ടാക്കാം. ചില ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചിട്ട്
എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കും, പിന്നെ ഒരെണ്ണം എടുത്ത് പിരിച്ച് ഇങ്ങോട്ട് വെക്കും. അതൊരു വേറൊരു സ്റ്റൈലായിട്ടിരിക്കുക. അങ്ങനെ പല മോഡലിലുണ്ടാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ആരും ഇതിനൊന്നും ശ്രമിക്കാറില്ല, ആർക്കും മെനക്കെടാൻ വയ്യ. അപ്പോൾ അവരൊക്കെ കടയിലോട്ട് ചെല്ലുക, ഞാൻ പറഞ്ഞില്ലേ സ്റ്റീലിൻ്റെ ഡ്രിങ്ക് മേടിക്കുക, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോഴും പഴയ രീതിയോടാണ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ അമ്മയും അമ്മൂമ്മമാരെയൊക്കെ നമുക്ക് ഓർക്കാനും അവരെ പറ്റി ഒരു സ്മരണയിലേക്ക്, അവരുടെ സ്മരണ പുതുക്കാനും ഒക്കെ ഉള്ളൊരു നല്ല ഓരോ സാഹചര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് മണ്ണും മനുഷ്യനും മരങ്ങളും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ദൈവങ്ങൾ ഭഗവാനാണ് നമുക്ക് ഈ ഭൂമിയിലെല്ലാം പ്രകൃതിയെ വിശ്വസിക്കുകയാണെങ്കിൽ ഭൂമി ദേവി അമ്മ തൊട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ഞങ്ങളെല്ലാം എൻ്റെ വീട്ടിലെ എൻ്റെ മക്കളും ഭർത്താവും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ തിരികെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അമ്മൂമ്മയാണ്. അപ്പോൾ ഇതിന് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇൻട്രോ പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റും കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രോയും ലാസ്റ്റ് ഇൻട്രോയും ഞാൻ തന്നെ പറയാണ്. വീഡിയോയിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം അമ്മ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങൾക്ക് സപ്പോർട്ട് തരിക. അതേസമയം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തിയേക്കുക. പിന്നെ നിങ്ങളുപരി മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെൻ്റെ ചാനൽ ഇത് ആദ്യത്തെ വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോ നിങ്ങളുടെ ഫോണിൽ വരും. അടുത്ത് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അത് ഞാൻ പറയില്ല, അത് സസ്പെൻസാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ 2 പേരുടെയും ബൈ.